ഹായ് ഓൾ. NMMS പരീക്ഷ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരുപാട് സ്റ്റുഡൻസിനുള്ളൊരു സംശയമാണ്. എനിക്ക് NMMS എഴുതാൻ പറ്റുമോ? അതിന് കുറേ ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ടല്ലോ. എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ്? എനിക്കതൊക്കെ ഫുൾഫിൽ ചെയ്യാൻ എനിക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ളൊരു ഉറപ്പുണ്ടോ എന്നുള്ള സംശയമൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും അല്ലേ? അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് വളരെ ചുരുക്കി വിശദീകരിക്കാനുള്ളത്. ഞാൻ 4 ക്രൈറ്റീരിയാസ് ആണ് പറയുക. ഈ 4 ക്രൈറ്റീരിയാസ് നിങ്ങൾക്ക് ഓക്കെ ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? NMMS പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ ക്രൈറ്റീരിയ, നിങ്ങൾ 7ാം ക്ലാസ് 55% കൂടി പാസ്സായിരിക്കണം എന്നുള്ളതാണ്. പൊതുവെ എല്ലാവർക്കും ഉണ്ടാവുന്നൊരു മാർക്ക് തന്നെയാണ്. എന്നാലും ഒരു ക്രൈറ്റീരിയ ആയിട്ട് നമ്മുടെ NMMSന്റെ അതിൻ്റെ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. 55% ഉണ്ടാകണം 7ാം ക്ലാസ് പാസ്സാകുമ്പോൾ. അത് പൊതുവെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ഇനി SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അത് 50% മതിയാകും. ഓക്കെ, അല്ലെങ്കിൽ അപ്പോൾ 55% ജനറൽ മറ്റുള്ളവർക്കും SC/ST കാറ്റഗറിയിലുള്ളവർക്ക് 50% കൂടി 7ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇൻകമുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങളുടെ പാരന്റൽ ഇൻകം, നിങ്ങളുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ പാരൻസ്, അവർക്ക് ടോട്ടൽ ആയിക്കൊണ്ട് 3,50,000 3,50,000 അതിനപ്പുറത്തേക്ക് ആനുവൽ ഇൻകം ഉണ്ടാകാൻ പാടില്ല. അതായത് ഒരു ഇയറിലുള്ള ടോട്ടൽ ഇൻകം 3,50,000 മുകളിൽ പോകാൻ പാടില്ല. അപ്പോൾ അത് അങ്ങനെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസുമായിട്ട് സംസാരിച്ച് അവർക്ക് ടോട്ടൽ എത്രയാണ് രേഖയിൽ ഇൻകം ആയിട്ട് ഉണ്ടാവുക, അത് 3,50,000 മുകളിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? NMMS എഴുതാൻ പറ്റില്ല. അതിന് താഴെയാണ്, അല്ലെങ്കിൽ 3,50,000 അതിൽ താഴെയോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദ സ്റ്റുഡൻറ് ഷുഡ് ബി സ്റ്റഡിങ് ആസ് എ റെഗുലർ സ്റ്റുഡൻറ് ഇൻ എ ഗവൺമെന്റ് ഓർ എയ്ഡഡ് സ്കൂൾ അണ്ടർ ഗവൺമെന്റ് ഓഫ് കേരള. ഗവൺമെന്റ് ഓഫ് കേരളയുടെ താഴെയുള്ള അതിൻ്റെ കീഴിലുള്ള ഗവൺമെന്റ് സ്കൂളിൽ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിലായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ അതാണ് എന്നുള്ള ഉറപ്പുവരുത്തുക. നാലാമത്തെ ഒരു കാര്യം, റെസിഡൻഷ്യൽ സ്കൂളുകളിൽ അല്ലെങ്കിൽ അഡോപ്റ്റഡ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് എഴുതാൻ സാധ്യമല്ല. റെസിഡൻഷ്യൽ സ്കൂളിലോ അല്ലെങ്കിൽ അഡോപ്റ്റഡ് സ്കൂളിലോ ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് NMMS എഴുതാൻ സാധ്യമല്ല. ഇങ്ങനെ 4 ക്രൈറ്റീരിയാസ്. ഒന്ന്, 7ാം ക്ലാസ് 55, SC/ST-ലാണെങ്കിൽ 50% കൂടി പാസ്സാവുക. രണ്ടാമത്തത് ആനുവൽ ഇൻകം. മൂന്നാമത്തത് ഗവൺമെന്റ് ഓർ എയ്ഡഡ് സ്കൂളുകളായിരിക്കണം. നാലാമത്തത് റെസിഡൻഷ്യൽ അല്ലെങ്കിൽ അഡോപ്റ്റഡ് സ്കൂളുകൾ ആയിരിക്കാൻ പാടില്ല. ഈ 4 ക്രൈറ്റീരിയാസ് ആണ് പ്രധാനമായും NMMSനുള്ള ക്രൈറ്റീരിയാസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഈ 4 ക്രൈറ്റീരിയാസ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായി NMMSന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളൂ. നിങ്ങൾക്ക് NMMS എഴുതാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ചാനലുകളിലൂടെയുള്ള ക്ലാസ്സുകൾ വഴിയൊക്കെ അത് വളരെ പുഷ്പം പോലെ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് എടുക്കുകയും ചെയ്യാം.